Hi everyone, welcome back to Learning. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിൽ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, integral of 1 by x square minus a square dx is equal to. അപ്പോൾ അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 1/2a log of modulus of x minus a by x plus a plus c. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. നന്നായി പഠിച്ചു വെക്കുക. ഇന്റഗ്രൽ 1 by x square minus a square dx is equal to 1/2a log of x minus a by x plus a. ഇവിടെ ഇപ്പോൾ ഈ a square a എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇതുപോലെ ഈ ഒരു ഫോർമുല അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a യുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. Next question, find integral of 1 by x square plus 4x minus 5 dx. Okay, അതായത് ഡിനോമിനേറ്റർ ആണ്, ന്യൂമറേറ്റർ ജസ്റ്റ് 1 ആണ്. ഡിനോമിനേറ്റർ ടേമിൽ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യണം. സോ ലെറ്റ് i is equal to ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് താഴെ നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു ടേം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ആ എക്സ്പ്രഷന് ചേഞ്ച് വരില്ല അല്ലേ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ plus 4x minus 5 plus 4 minus 4. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഗ്രൂപ്പ് ചെയ്യുക. അതർ ടേംസ് നമ്മൾ -5 മൈനസ് 4 എന്ന് പറയുന്നത് എന്താ, -9 ആണ്. സോ +9, അതായത് -9. അപ്പോൾ അതിവിടെ എഴുതി എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 -9. ഇനി ഈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് പറയുന്നത് എന്താ, എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ -9 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, -3 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. സോ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ -3 സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഫോർമുല, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. 1/2a, ഇവിടെ a എന്ന് പറയുന്നത് എന്താ, 3 ആണ്. സോ a is equal to 3. അപ്പോൾ 1/2 into 3 log of x plus a. x എന്ന് പറയുന്നത് ഇവിടെ എന്താ, വെറും x അല്ല, x plus 2 ആണ്. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് x plus 2 ആണ്. സോ x plus 2 minus a, x minus a അല്ല. സോ x plus 2 minus 3 divided by x plus 2 plus 3 plus c. അതായത് ഇപ്പോൾ 2 minus 3 എന്ന് പറയുന്നത് എന്താ, -1. സോ x minus 1 divided by 2 plus 3 എന്താ, 5 divided by log of x minus 1 by x plus 5. ഇതാണ് ലോഗിന്റെ ടേം വരിക. ഇനി 1/2 into 3 എന്താ, 1/6 ആണ്. സോ ഫൈനൽ ആൻസർ 1/6 log of x minus 1 by x plus 5 plus c. നെക്സ്റ്റ് ഇതിന്റെ ഒരു സബ് പാർട്ടും കൂടി ഉണ്ട്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 to 3 x by 1 plus x square dx. ഓക്കെ, അപ്പോൾ ലെറ്റ് i is equal to തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതാം. ഇതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യണം, കാരണം ഡയറക്റ്റ് ഫോർമുല ഇല്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ടേം നമ്മളൊരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് 1 plus x square is equal to t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് LHS and RHS ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ നമുക്ക് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x dx is equal to dt. ക്ലിയർ ആയല്ലോ. അപ്പോൾ 2x dx is equal to dt. അതിൽ നിന്ന് x dx എന്ത് കിട്ടും, ഈ 2നെ RHSൽ കൊണ്ടുപോകുക. സോ ഹാഫ് dt എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റഗ്രലിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ്സും കൂടി ചേഞ്ച് ചെയ്യണം, കാരണം എക്സിനെ ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ എക്സിന്റെ ലിമിറ്റ്സ് കൺവേർട്ട് ചെയ്യേണ്ടത് ടിയുടെ ലിമിറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. 1 plus x square is equal to t ആണ് അല്ലെ. അപ്പോൾ എക്സിന്റെ ലിമിറ്റ്സ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 2 to 3 ആണ്. സോ x equal to 2 ആവുമ്പോൾ ടിയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. t is equal to എക്സിന് 2 കൊടുക്കാം. 2 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 2 square, അതായത് 5 കിട്ടും ആൻസർ അല്ലെ. സോ ലോവർ ലിമിറ്റ് 5 കിട്ടി ടിയുടെ. ഇനി നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിന് 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 plus 3 square കിട്ടും അല്ലെ. ദാറ്റ് ഈസ് 9 plus 1 10 കിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റ് 10 കിട്ടി. സോ ലിമിറ്റ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അതായത് i എന്ന് പറയുന്നത് ഇപ്പോൾ എന്താവും, ഇന്റഗ്രൽ 5 to 10 ടിയുടെ ലിമിറ്റ് ആണ്. ദെൻ x dx എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന x dx എന്താ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഹാഫ് dt ആണ്. ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 1/2 എഴുതിയിട്ടില്ല. സോ ശ്രദ്ധിക്കണം, ഇവിടെ 2t എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1/2 ഔട്ട് സൈഡ് എടുത്താൽ മതി. 1/2 ലോഗ്, ഇനി 1/2 ഇന്റഗ്രൽ 5 to 10 dt by t ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് എല്ലാം ലിമിറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ഇൻ ടേംസ് ഓഫ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്.
ഇനി ഇന്റഗ്രൽ 1/t dt എന്താ log t ആണ്. സോ 1/2 log t എന്നാണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? സോ 1/2 log t യിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ tക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ 5 to 10 ആണ് ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ 1/2 ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? log 10 മൈനസ് log 5. ഇനി log a മൈനസ് log b എന്താ? log a by b. അപ്പോൾ log of 10/5. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/2 ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1/2 log of 10/5. 10ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. ദാറ്റ് ഈസ് ഹാഫ് log 2. ഓക്കെ, 1/2 log 2 ആണ് ആൻസർ വരിക. ഒന്നെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇനി log of 2 square എന്നും log of 2 raised to half എന്നും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ദാറ്റ് ഈസ് log √2. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. ഹാഫ് log 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഈ ലോഗിന് മുന്നിൽ വരുന്ന കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് log of ആ ഫംഗ്ഷൻ റേസ് ടു പവർ ആയിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. log √2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഹാഫ് log 2 വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, next question, find the following integrals. Integral x by x plus 1 into x plus 2 into dx. And next ഒരു സബ്പാർട്ടും കൂടി ഉണ്ട്. integral 0 to pi/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. അപ്പോൾ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇന്റഗ്രൽസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യേണ്ടത്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x by x plus 1 x plus 2 അതാണല്ലോ നമ്മുടെ എക്സ്പ്രഷൻ. അതിന് ഇസ് ഈക്വൽ ടു താഴെ എത്ര ടേംസ് ഉണ്ട്? ഫാക്ടേഴ്സ് ഉണ്ട്. x plus 1 x plus 2 രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയും ബിയും എടുക്കാം. ഓക്കെ, സോ a by x plus 1 plus b by x plus 2 എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യാറുള്ള പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM ഒക്കെ ചെയ്യാറുള്ള പോലെ LHS equal to രണ്ടിന്റെയും ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യണം അല്ലെ? സോ x equal to എന്ത് കിട്ടും? a into x plus 2 plus b into x plus 1. ക്ലിയർ ആയല്ലോ? ഇനി ഒരു കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്തിട്ട് അതർ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ x-ന് -1 കൊടുത്തു കഴിഞ്ഞാൽ b എന്ന് പറയുന്ന ടേം 0 ആയി പോകും. അപ്പോൾ നമുക്ക് a കണ്ടുപിടിക്കാൻ പറ്റും. x-ന് -1 കൊടുക്കുക. അപ്പോൾ a യുടെ വാല്യൂ എന്താ? -1 plus 2 is equal to -1. അപ്പോൾ a യുടെ വാല്യൂ -1 കിട്ടും. അതേപോലെ x-ന് -2 കൊടുക്കാം. അപ്പോൾ a ടേം ക്യാൻസൽ ആയിട്ട് b കിട്ടും അല്ലേ? സോ x-ന് -2 കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് LHS-ലും RHS-ലും ഈ പറഞ്ഞ x-ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്. ഓക്കെ, കാരണം LHS-ൽ ഓൾറെഡി x എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ? സോ അതിനും അതേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ x equal to -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് b is equal to 2 കിട്ടും. Therefore നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയില്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -1 by x plus 1 plus 2 by x plus 2. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതായത് ഇന്റഗ്രൽ -1 by x plus 1 dx plus ഇന്റഗ്രൽ 2 by x plus 2 dx. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രൽ log x plus 1, അതായത് ഇന്റഗ്രൽ dx by x എന്ന് പറയുന്നത് എന്താ? log x ആണ്. അപ്പോൾ x-ന് പകരം എന്ത് വന്നു? x plus 1 വന്നു, അത്രയേ ഉള്ളൂ. സോ മൈനസ്, ഈ ഒരു മൈനസ് ടേം കൂടെ എഴുതുക. സോ മൈനസ് log x plus 1 പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് 2 ഔട്ട്സൈഡ് എടുക്കുക. 2 into log x plus 2 അല്ലേ? പ്ലസ് c. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 log വന്നു കഴിഞ്ഞാൽ ആ 2 എന്ന് പറയുന്നത് x plus 2ന്റെ പവർ ആയിട്ട് എഴുതാം. സോ log of x plus 2 whole square. ഇനി മൈനസ് log x plus 1, അതിപ്പോൾ ഓൾറെഡി ആ മൈനസ് ടേം ഇല്ലേ, അത് സെക്കൻഡ് ആയിട്ട് എഴുതി, അത്രയേ ഉള്ളൂ. മൈനസ് log x plus 1. ഓക്കെ, പ്ലസ് c. ഈ 2 log of x plus 2നെ log of x plus 2 whole square എന്ന് എഴുതി, പ്ലസ് c. ഇനി log a minus log b എന്താ? log a by b. അപ്പോൾ log x plus 2 whole square by x plus 1 plus c. ക്ലിയർ ആയല്ലോ? ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഇന്റഗ്രൽ 0 to pi/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. ഇതിനെ നമ്മൾ i ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്റഗ്രൽസിന്റെ ഒരു പ്രോപ്പർട്ടി എന്താ? ഇന്റഗ്രൽ 0 to a f of x dx can be written as integral 0 to a f of a minus x dx. ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതുപോലത്തെ ഇന്റഗ്രൽസ് ഇവാലുവേഷൻ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. സോ ഇന്റഗ്രൽ 0 to a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് ഇവിടെ എന്താ? π/2 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 to a f of a minus x. f എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അല്ലെ? അവിടെ x-ന് പകരം എന്ത് കൊടുക്കണം? a minus x, അതായത്
pi by 2 minus x substitute ചെയ്യാം. Okay, next step. So integral 0 to pi by 2 sin raised to 4 pi by 2 minus x divided by sin raised to 4 pi by 2 minus x plus cos raised to 4 pi by 2 minus x dx. ഇനി sin of pi by 2 minus theta എന്ന് പറയുന്നത് എന്താ? cos theta ആണ്. അതേപോലെ cos of pi by 2 minus theta എന്നത് sin theta ആണ്. ക്ലിയർ ആയല്ലോ? ഇനി pi by 2 minus വരുമ്പോൾ അത് ഏത് ക്വാഡ്രന്റിലാണ് വരിക? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അല്ലേ? 0 pi by 2 എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഇവിടെ all functions are positive. അത് കാരണം ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. സോ cos raised to 4x divided by cos raised to 4x plus sin raised to 4x. അപ്പോൾ ഫങ്ഷൻസ് ആണ് മാറുന്നത്. സൈൻ എന്ന് പറയുന്നത് കോസ് ആവും, കോസ് എന്ന് പറയുന്നത് സൈനും. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ ഐ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താ? നമുക്ക് ഇതാണ് ആദ്യം നമ്മൾ എടുത്ത ഐ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഐനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. സോ അതും ഐ തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം കിട്ടിയ ഐ ക്വസ്റ്റ്യനിൽ തന്നത്, ഇപ്പൊ കിട്ടിയത് നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കിട്ടിയത്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഈ രണ്ട് ഐ ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് LHSൽ ഐ പ്ലസ് ഐ വരും 2i. RHSൽ എന്ത് വരും? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടേമും പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയതും. അപ്പോൾ ആഡിങ് ദം 2i is equal to integral 0 to pi by 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഓക്കെ, ഈ രണ്ട് ഐയിലും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? സോ sin raised to 4x plus cos raised to 4x അതാണ് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ഡിനോമിനേറ്റർ ഓൾറെഡി അതേ ടേം തന്നെയാണ്. സോ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? സോ ഇന്റഗ്രൽ 1 dx കിട്ടും. ലിമിറ്റ് 0 to pi by 2. ഇന്റഗ്രൽ dx എന്താ? x ആണ്. 0 to pi by 2 ലിമിറ്റ് കൊടുക്കുക. ഇത് pi by 2 minus 0 that is pi by 2. അപ്പൊ 2i ആണ് pi by 2. therefore i എന്താ? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. that is pi by 4. Next question, integrate integral of x by x plus 1 into x plus 2 dx. Same question ആണ്. അപ്പോൾ ഞാൻ ഇവിടെ again explanation repeat ചെയ്യുന്നില്ല. അപ്പോൾ previous ഇതിൽ നോക്കിയാൽ മതി. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയതും again simplified ഫോമിലും നമ്മൾ previous questionൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. Please refer to that. Next question, integrate integral of sin x sin of cos x dx. Second part, integral 0 to 1 tan inverse x by 1 plus x square dx. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. അതായത് ഇന്റഗ്രൽ sin x into sin of cos x dx. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. cos x ന് t കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos x ന്റെ മൈനസ് sin x dx ആണ്, t യുടെ dt. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin of cos x നെ sin t എന്ന് എഴുതാം. sin x dx ന് എന്ത് എഴുതാം? മൈനസ് dt എന്ന് എഴുതാം. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റാം? ഇന്റഗ്രൽ sin t into മൈനസ് dt എന്ന് എഴുതാം അല്ലേ? ഇനി ഇന്റഗ്രൽ sin t എന്ന് പറയുന്നത് എന്താ? ഈ മൈനസ് ഔട്ട്സൈഡ് എടുക്കാം. ദാറ്റ് ഇസ് മൈനസ് ഇന്റഗ്രൽ sin t dt. ഇനി ഇന്റഗ്രൽ sin t എന്താ? മൈനസ് cos t ആണ്. ഓൾറെഡി ഒരു മൈനസ് ഔട്ട്സൈഡ് ഉണ്ട്. ഓക്കെ, സോ ഈ മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. ഇസ് ഈക്വൽ ടു cos t. ഇനി എന്ത് ചെയ്യണം? t യുടെ വാല്യൂ, അതായത് നമ്മൾ ആദ്യം എന്താ കൊടുത്തത്? t cos x അല്ലേ? സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ cos of cos x plus c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to 1 tan inverse x by 1 plus x square dx. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ tan inverse x ന് നമ്മൾ t എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ നമുക്ക് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square dx ആണ്. t യുടെ ഡെറിവേറ്റീവ് എന്താ? dt. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ 0 to 1 tan inverse x by 1 plus x square dx നെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് t ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? ലിമിറ്റ്സ് ചേഞ്ച് ആവും അല്ലേ? അപ്പൊ t യുടെ ലിമിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ t is equal to tan inverse x ആണ്. അപ്പൊ x ന്റെ ലിമിറ്റ്സ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 0 to 1 ആണ്. അപ്പോൾ x ഇതുപോലെ 0 1 ആവുമ്പോൾ നമുക്ക് t യുടെ വാല്യൂ എന്താ വരിക നോക്കാം. കാരണം x എന്ന് പറയുന്നത് എന്താ? tan inverse x എന്ന് പറയുന്നത് t ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് x ന് 0 കൊടുക്കാം. അപ്പൊ tan inverse 0 വരും. സോ tan inverse 0 എന്ന് പറയുന്നത് 0 ആണ് വാല്യൂ വരിക അല്ലേ? അപ്പോൾ tan 0 എന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പോൾ tan inverse 0 ന്റെ വാല്യൂ 0 ആണ്. ഇനി നമുക്ക് tan inverse 1 എന്ന് പറയുന്നത് tan 45 അതായത് pi by 4 ആണ് നമുക്ക് 1 എന്ന് പറയുന്നത് വാല്യൂ 1 വരുന്നത്. സോ tan inverse 1 എന്താ? pi by 4. അപ്പോൾ നമുക്ക് പുതിയ ലിമിറ്റ്സ് കിട്ടി 0 to pi by 4. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ്സ് ചേഞ്ച് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യണം. അല്ലാതെ പഴയ ലിമിറ്റ് 0 to 1 ഒരിക്കലും ഇടരുത്. സോ ഇന്റഗ്രൽ 0 to pi by 4. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്താ ചെയ്തത്? tan inverse x നാണ് നമ്മൾ t എടുത്തത് അല്ലേ? ബാക്കി ടേം എന്താ? dx by 1 plus x square എന്താ? dt ആണ്. സോ ഇന്റഗ്രൽ 0 to pi by 4 t dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇന്റഗ്രൽ t എന്ന് പറയുന്നത് t square by 2 ആണ്. ലിമിറ്റ്സ് 0 to pi by 4.
അപ്പോൾ നമ്മൾ ഇതുപോലെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് പൈ സ്ക്വയർ ബൈ 16 into 2, that is pi square by 32. Next question, integral f of x dx divided by tan x is equal to log of tan x plus c. Then f of x is options തന്നിരിക്കുന്നത് a cot x, b sec square x, c cosec square x, d cot square x. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, sec square x. അതായത് ഇവിടെ എഫ് ഓഫ് എക്സിന് ഏത് ഫംഗ്ഷൻ കൊടുത്താലാണ് നമുക്ക് ആർ എച്ച് എസിൽ ഈ വാല്യൂ കിട്ടുക, ഈ ഇന്റഗ്രലിന്റെ, അതായത് ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് സി sec square x കൊടുക്കുമ്പോഴാണ് അല്ലെ, അതിൽ ഡൗട്ട് ഇല്ല. കാരണം നമ്മളിപ്പോ ഇന്റഗ്രൽ sec square x dx by tan x ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എന്തായിരിക്കും, ടാൻ എക്സിന് ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ടാൻ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡി ടി എന്ന് പറയുന്നത് എന്താവും, sec square x dx ആവും. ശരിയല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അതാണ് എഫ് ഓഫ് എക്സ് ആയിട്ട് വരേണ്ടത് ന്യൂമറേറ്ററിൽ. അതുകൊണ്ട് sec square x ആണ് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെ ഇന്റഗ്രൽ ടി ഡി ടി വരും, സോറി ഡി ടി ബൈ ടി വരും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ ഡി ടി ബൈ ടി ആണ് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് ലോഗ് ടി ആണ് ഇതിന്റെ ആൻസർ വരിക. ലോഗ് ടി എന്ന് പറയുന്നത് എന്താ, ലോഗ് ഓഫ് ടാൻ എക്സ്. ക്ലിയർ ആയോ? സോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കണം, sec square x ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഇഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ മൈനസ് 3/x⁴, വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0, ഗിവൺ ദാറ്റ് എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0, ദെൻ ഫൈൻഡ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട് അല്ലെ, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇനി എക്സ്ട്രാ ഒരു ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് എന്താ, എഫ് ഓഫ് 2 0 ആണ്. സോ നമുക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഇനീഷ്യൽ വാല്യൂസ്, എന്തെങ്കിലും അങ്ങനത്തെ റിലേറ്റഡ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും അല്ലെ. സോ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എഴുതാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 4x³ മൈനസ് 3/x⁴. ഈ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതായത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ആ ഫംഗ്ഷൻ തന്നെ കിട്ടും അല്ലെ. സോ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഈ ഫംഗ്ഷൻ തന്നെയാണ് അല്ലെ, എഫ് ഓഫ് എക്സ് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ കിട്ടും. സോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓൾറെഡി അതിന്റെ ഡെറിവേറ്റീവ് ഫോമിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ എൽ എച്ച് എസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആർ എച്ച് എസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ ഓഫ് 4x³ മൈനസ് 3/x⁴ dx. ഇനി നമ്മൾ ഓരോ ടേംസിനെ സെപ്പറേറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യാം. 4 into x⁴/4 മൈനസ് 3 into 1/x⁴ ഇന്റഗ്രൽ എന്താ, 1/x⁴ എന്ന് പറയുമ്പോൾ x⁻⁻4, അതായത് x⁻n+1/n+1 വരും. ശരിയല്ല? അതായത് x⁻³ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് സി, ദാറ്റ് ഈസ് ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആവും, 3ഉം 3ഉം ക്യാൻസൽ ആവും, ഈ മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആവും. അപ്പൊ x⁴ പ്ലസ് 1/x³ പ്ലസ് സി. ഇനി നമുക്ക് ആ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ യൂസ് ചെയ്യാം. അതായത് എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പൊ എക്സിന് 2 കൊടുക്കാം. എൽ എച്ച് എസിലെ എഫ് ഓഫ് എക്സ് അല്ലേ നമുക്ക് കിട്ടിയത്. സോ അവിടെ എക്സിന് നമ്മൾ 2 കൊടുക്കുക, അത് 0 നമുക്ക് തന്നിട്ടുണ്ട്. സോ 0 ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിലെ എക്സിന് 2 കൊടുക്കുക. 2⁴ പ്ലസ് 1/2³ പ്ലസ് സി. ഇതിൽ നിന്ന് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും മൈനസ് 129/8. ഇനി ഇത് നമ്മൾ പ്രീവിയസ് ഇക്വേഷൻ കിട്ടിയ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് അല്ലേ, അതിൽ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതാണ് ആക്ച്വൽ എഫ് ഓഫ് എക്സ്. ക്ലിയർ ആയല്ലോ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x⁴ പ്ലസ് 1/x³ മൈനസ് 1/129/8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രേറ്റ് ഫസ്റ്റ് പാർട്ടാണ് തന്നിരിക്കുന്നത്. ഇന്റഗ്രൽ dx ബൈ 1 പ്ലസ് x²/4. അപ്പൊ ഇത് ആദ്യം തന്നെ നമ്മൾ LCM എടുക്കുക. ദാറ്റ് ഇസ് 4 പ്ലസ് x², എന്നിട്ട് ഇവിടെ ബൈ 4 വരും അല്ലെ. അതായത് ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ 4 പ്ലസ് x² ഡിവൈഡ് ബൈ 4, അതായത് 1/4 എന്നുള്ള ടേം ഉണ്ട് താഴെ അല്ലെ. അത് ഈ dx ബൈ 1/4 എന്നുള്ളത് ഇവിടെ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആണ് വരും. സോ ആ 4 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4 ഇന്റഗ്രൽ dx ബൈ ഈ 4 പ്ലസ് x² എന്ത് എഴുതിയാൽ മതി, x² പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ. സോ 4 ഇന്റഗ്രൽ dx ബൈ x² പ്ലസ് 4, അതായത് 4 ഇന്റഗ്രൽ dx ബൈ x² പ്ലസ് 4നെ എങ്ങനെ എഴുതാം, 2² എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഇത് 1 by integral dx by x square plus a square ന്റെ ഫോർമുല എന്താണ്? 1 by a tan inverse x by a എന്നാണ്. ഓക്കെ, സോ ഇവിടെ a എന്ന് പറയുന്നത് എന്താ? 2 ആണ്. a എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് ഇവിടെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1 by a, അതായത് 1 by 2 tan inverse x by 2. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1 by 2 tan inverse x by 2. 4 അങ്ങനെ തന്നെ എഴുതി. ഇനി 4ഉം 2 ക്യാൻസൽ ചെയ്താൽ 2 വരും. 2 tan inverse x by 2 പ്ലസ് c. അപ്പോൾ സപ്പോസ് ഇവിടെ ഈ dx by x square plus 1 ആണെങ്കിലോ നമ്മൾ tan inverse x നെ എഴുതാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ a 1 ആണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ 1 by a tan inverse x by a എന്ന് പറയുന്നതിൽ tan inverse x തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് a 1 ആണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് tan inverse x എഴുതാം. പകരം എക്ക് പകരം 2 ഇതുപോലെ വേറെ ടേംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, വിട്ടുപോകരുത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് സബ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 dx. അപ്പോൾ അതേപോലെ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം, ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ഇക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 കിട്ടും. ഇനി ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യുക, അതായത് എക്സിന് 2 കൊടുക്കുമ്പോൾ ഈ ടേം എ ക്യാൻസൽ ആവും, ബിയുടെ വാല്യൂ കിട്ടും. സോ ബി ഇസ് ഇക്വൽ ടു 2 കിട്ടും. അതുപോലെ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് ബിയുടെ ടേം ക്യാൻസൽ ആവും, എയുടെ വാല്യൂ -1 കിട്ടും. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇന്റഗ്രൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ -1 by x minus 1 plus 2 by x minus 2. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലോഗ് ആണ് ടേം വരിക അല്ലെ. ഇവിടെ ഇപ്പോൾ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് അങ്ങനെ എഴുതി, മൈനസ് ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് 2 ലോഗ് എക്സ് മൈനസ് 2. ഇവിടെ അഗെയിൻ ഇവിടെ നിർത്തിയാലും ഓക്കെ, പക്ഷെ നമുക്ക് ഇനിയും ഈ ക്വസ്റ്റ്യൻ ഈ ആൻസറിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഈ മൈനസ് ലോഗ് എക്സ് മൈനസ് 1 അങ്ങനെ ഇരിക്കട്ടെ. 2 ലോഗ് എക്സ് മൈനസ് 2 എന്താ? ലോഗ് ഓഫ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ഓക്കെ, എന്നിട്ട് മൈനസ് ലോഗ് എക്സ് മൈനസ് 1 ആണ് വരിക. ഇങ്ങനെ എഴുതിയാൽ മതി, മോഡുലസ് വാല്യൂ എഴുതിയാൽ മതി. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് ഓഫ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ബൈ എക്സ് മൈനസ് 1. ഓക്കെ, ഇങ്ങനെയും സിംപ്ലിഫൈഡ് ഫോമിലെ ആൻസർ എഴുതാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് ഇന്റഗ്രൽ 0 to pi by 2 x cos x dx. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. അതായത് ഇന്റഗ്രൽ f ഡോട്ട് g dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഈ f ഡോട്ട് g ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്നാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഓർഡർ ഫോളോ ചെയ്യണം. ഐ ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, അതിൽ ഐ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എൽ ലോഗ് ആണ്, എ ആൾജിബ്രിക്, ടി ട്രിഗ്നോമെട്രിക്, ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണ്. ക്ലിയർ ആയല്ലോ? സോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണെന്ന് എടുക്കാൻ. ഇവിടെ ഇപ്പോൾ എക്സും ഉണ്ട് കോസ് എക്സ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ആൾജിബ്രിക് ആണ്, കോസ് എക്സ് ട്രിഗ്നോമെട്രിക് ആണ്. സോ എ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ട്രിഗ്നോമെട്രിക് കോസ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ഫോർമുല എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് എന്താ? സൈൻ എക്സ് ആണ്, എക്സ് സൈൻ എക്സ് മൈനസ് ഇനി ഇന്റഗ്രൽ കോസ് എക്സ് എന്താ? സൈൻ എക്സ് ആണ്, സൈൻ എക്സ് ഡി എക്സ്. ഇനി ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താ? മൈനസ് കോസ് എക്സ് ആണ്. ഈ മൈനസും മൈനസും പ്ലസ് ആവും. സോ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇതാണ് എല്ലാം ഇന്റഗ്രേഷൻ ബൈ പാർട്സും കഴിഞ്ഞിട്ട് കിട്ടുന്ന എക്സ്പ്രഷൻ. എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ എക്സ് സൈൻ എക്സ്, ഈ മൈനസ് ഇവിടെ ഒരു മൈനസ് കാണിച്ചിട്ടുണ്ട്, ഈ മൈനസും മൈനസും പ്ലസ് ആവും. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 to pi by 2. അപ്പോൾ നമുക്ക് pi by 2 sin pi by 2 minus 0. ഇത് ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്തെന്നുള്ളൂ, ഒരുമിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇനി സെക്കൻഡ് ടേമിന് കോസ് എക്സിന് കോസ് pi by 2 മൈനസ് കോസ് 0. ഇതിൽ പാകെ കൂടി വരുന്ന ടേംസ് എന്താ? സൈൻ pi by 2 1 ആണ്, സോ pi by 2 കിട്ടി. ദെൻ കോസ് pi by 2 0 ആണ്, ഇപ്പോൾ കോസ് 0 1ഉം, അത് മൈനസ് ആയതുകൊണ്ട് -1. അപ്പോൾ pi by 2 -1 ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു.